ഇരുളുമായും എൻ്റെ മനസ്സിൽ ദീപമായി തെളിഞ്ഞു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ തിരുനാമം ഇന്നും എന്നേക്കും നാം മുഖാന്തരവും നമ്മളിൽ കൂടിയും മഹത്വപ്പെടുവാൻ ദൈവം നമ്മുടെ മേൽ കൃപ ചെയ്യട്ടെ. ഓരോ ദിനവും ദൈവത്തിൻ്റെ കൃപകളെ ഓർക്കുവാൻ, ദൈവത്തിൻ്റെ നന്മകളെ ഓർക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിലിടയാകട്ടെ. അതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് താങ്ക്സ് ഗീവിങ്. ദൈവത്തോട് നന്ദി പറയുക. ഗീവ് താങ്ക്സ് ടു ദ ലോർഡ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണിത്. അതിന് നാം ദൈവം ചെയ്ത, അത് നമ്മൾ ഇന്നലെ ചിന്തിച്ചതിൻ്റെ ഒടുവിൽ നമ്മൾ ചിന്തിച്ചു 6-ാമത്തെ വാക്യത്തിൽ അവൻ ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവീൻ. റിമംബർ, നമ്മളത് ഓർക്കണം. അത് അബ്രഹാമിനോട് നീ ഓർക്കണം, നമ്മൾ ദൈവത്തെ റിമംബർ ദ വണ്ടർഫുൾ വർക്ക്സ് ഹി ഹാസ് ഡൺ, ഹിസ് മിറാക്കിൾസ് ആൻഡ് ദ ജഡ്ജ്മെൻറ്റ്സ് ഹി അറ്റേർഡ്. ഇവിടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും പഴയ നിയമത്തിൽ പിതാക്കന്മാരോട് ചെയ്തതായ അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ ഓർക്കണം. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന അത്ഭുതങ്ങളുടെ അടയാളങ്ങളും എല്ലാം ഓർക്കണം, മെമ്മറൈസ് ചെയ്യണം. ഫസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അടയാളവും അത്ഭുതങ്ങളും ഓർക്കണം. അതാണ് കൂടുതൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനിട തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചതായ നന്മകൾ ഒന്നും മറക്കരുത്. കാരണം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അത് നമ്മൾ തുടർന്ന് പോലെ സങ്കീർത്തനത്തിലേക്കൊക്കെ വരുമ്പോൾ കാണും, 106 വരുമ്പോൾ കാണും, മറക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവർ പെട്ടെന്നത് മറന്നു, പിന്നെയും ദൈവം ചില സംഗതികൾ അയക്കുന്നു, പിന്നെയും ചില പ്രശ്നങ്ങൾ അയക്കുന്നു, അവർ പിന്നെയും ഓർക്കും, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, അവർ ദൈവം പിന്നെയും കൃപ ചെയ്യുന്നു, അവർ പിന്നെയും മറക്കുകയാണ്. അങ്ങനെ അവർ വിസ്മരിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. ദൈവം ചെയ്ത കഷ്ടതയെ നിലവിളിക്കും, അവനവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കും, അവനെ ഇരുട്ടിൽ നിന്നും അന്ധദിവസം. പക്ഷെ അവർ പെട്ടെന്ന് പിന്നെയും മറന്നു പോകും. പിന്നെയും ദൈവം അവരുടെ ജീവിതത്തിൽ പിന്നെയും പ്രശ്നങ്ങൾ ഓരോന്ന് വരുത്തി പിന്നെ ഒരു ദൈവത്തോട്. അതുകൊണ്ട് നമ്മൾ മറക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം ദൈവം ചെയ്ത ഉപകാരങ്ങൾ. എന്തിനായിരിക്കും ദൈവം ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അത് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവസ്നേഹത്തെ രുചിച്ചറിയുവാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തരുന്ന അനുഭവങ്ങൾ വിസ്മരിച്ചിട്ട് നമ്മൾ പോകരുത്. എപ്പോഴും നമ്മൾ ഒരു വിസ്മൃതിയുടെ ലോകത്ത് ജീവിക്കുന്നത് ഏറ്റവും അപകടമാണ്. എപ്പോഴും ഒരു ദൈവഭയത്തോടെ, ദൈവം എന്നെ കാണുന്നു എന്നുള്ള ചിന്തയോടെ, ദൈവത്തോടുള്ള നന്ദിയോടെ, സ്നേഹത്തോടെ, നമ്മുടെ അസാധ്യതകൾ അല്ലെങ്കിൽ നമുക്ക് സാധിക്കാത്തതിനെ ഒരു അപേക്ഷയായി എപ്പോഴും ദൈവസന്നിധിയിൽ നമുക്ക് പകർന്നുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവ സാന്നിധ്യ ബോധമില്ലാത്തപ്പോഴാണ് നമ്മൾ ഓരോന്നിലേക്കൊക്കെ പോകുന്നത്. നമ്മുടെ ഓരോ ഇതിലും അങ്ങനെ ഒരു പ്രസൻസ് ഓഫ് ഗോഡ്, കർത്താവ് എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും. ഒരു വലിയൊരു വ്യക്തി, അറിയപ്പെടുന്ന ഒരു വ്യക്തി നമ്മളോട് കൂടെ എന്ത് ഡീസൻ്റ് ആയിരിക്കും നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ, അല്ലേ? അങ്ങനെയാണ് സർവശക്തനായ ദൈവം നമ്മളോട് കൂടെയുള്ളപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു ഡീസൻസി നമ്മുടെ ജീവിതത്തിൽ, ആ ഒരു ദൈവഭയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം. അവിടെ നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്ന ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുകയെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെല്ലാം വിശുദ്ധമായിരിക്കണമെന്ന് പറയും. നമ്മുടെ വാക്കിലും നടപ്പിലും പ്രവർത്തികളിലും എല്ലാം ഈ ഒരു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം നമ്മൾ നാൾക്കുനാൾ അത് വർദ്ധിച്ചു വരണം, അത് വളരണം, വിശുദ്ധിയിൽ വളരുവാനായിട്ട് സാധിക്കും. അനിന്ദരായി കാക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പറയുന്നത്. ആത്മീക വർധന എന്ന് പറയും, സ്പിരിച്വൽ ഗ്രോത്ത്. ഓരോ ദിവസവും അത് കൂടുകയാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, 9-ാമത്തെ വാക്യം മുതൽ, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാൻ അത്ര നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ച് നമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവീൻ. 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ.
നിങ്ങൾ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിർവഹിക്കുന്നവർത്തിക്കും. ഇവിടെ പറയും ആത്മാവും പ്രാണനും ദേഹം അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത്തിൽ അനിന്യമായി നിന്ദ്യമില്ലാതെ വിശുദ്ധീകരണത്തിൽ നിന്ദ്യരായി വെളിപ്പെടണമെന്ന് അവിടെ പറയുന്നത്. ഉണർന്നിരുന്നാലും ഉറങ്ങിയാൽ തന്നോടുകൂടെ ജീവിക്കേണ്ടത് ദൈവത്തോടു കൂടെയുള്ള ജീവിതം, ക്രിസ്ത്യൻ ലൈഫ് വിത്ത് ഗോഡ്, ദൈവത്തോടു കൂടെയുള്ള ജീവിതം, അത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിലായിരിക്കണം എന്നാണ് നമ്മളെ അവിടെ പ്രബോധിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നു, അവൻ ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുകയും. അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു, അവൻ്റെ ന്യായവിധികൾ സർവ്വഭൂമിയിലുമുണ്ട്. ന്യായവിധി വരുന്ന ഒരു ജഡ്ജ്മെൻറ്റ് മാത്രമല്ല, ദൈവം ഭൂമിയിലും ന്യായം വിധിക്കുന്നുണ്ട്. ഓരോ കാര്യത്തിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. തൽക്കാലം ശിക്ഷ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ദോഷത്തിൽ മുതിർന്നവരാണ് ഇടയാകും. പക്ഷേ അതിൻ്റെ ആ ഫുൾഫിൽ, ആ കപ്പ് നിറഞ്ഞു കഴിയുമ്പോൾ ദൈവം അതിന് ശിക്ഷ കൊടുക്കുന്നു. സോദോം ഗൊമോറയൊക്കെ അങ്ങനെയാണ്. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു അവരുടെ മടങ്ങിവരവിന് വേണ്ടി, അവരുടെ മനസ്സാന്തരത്തിന് വേണ്ടിയൊക്കെ. പക്ഷെ അവർ രൂപാന്തരപ്പെടുന്നില്ല. അപ്പോൾ ന്യായവിധി കൽപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ സോദോം ഗൊമോറയിൽ സംഭവിച്ചതുപോലെ തന്നെ നിനിവയിൽ സംഭവിക്കുന്നുണ്ട്. നിനിവ അന്യജാതിക്ക് പുറജാതി വേറൊരു നേഷനാണ്. ഇസ്രായേലൊന്നുമല്ല, സ്വന്തം ജനതയൊന്നുമില്ല. ചിലർ പറയും ദൈവം സ്വന്തം ജനത്തിൻ്റെ ഇസ്രായേലിന് മാത്രം അല്ല. ദൈവം എല്ലാ ജാതികളെയും സ്നേഹിക്കുകയും അവർക്ക് താക്കീത് കൊടുക്കുകയും എല്ലാം തക്ക സമയത്ത് പ്രവാചകന്മാരെയൊക്കെ അയക്കുന്നുണ്ട്. നിനിവ ഒരു വിജാതികരുടെ പട്ടണമാണ്. എന്നിട്ടും അവർക്ക് വരുന്ന നാശത്തെക്കുറിച്ച് യോനാ പ്രവാചകനെ അയച്ച് അവിടെ പറയിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ മാനസാന്തരപ്പെട്ടു. അവർ തങ്ങളുടെ പ്രവർത്തികളാൽ, തങ്ങളുടെ നടപ്പിനാൽ തങ്ങൾ മാനസാന്തരപ്പെട്ടു എന്ന് ദൈവഭാഗം തെളിയിച്ചു. അപ്പോൾ ദൈവം ശിക്ഷാവിധി നീക്കി. മറ്റു 40 ദിവസത്തിനകം ആ മഹാനഗരം ഗ്രേറ്റ് സിറ്റി ആയിരുന്നു. മഹാനഗരം മുടിഞ്ഞു പോകുമെന്നാണ് ദൈവത്തിൻ്റെ ശിക്ഷാവിധി വന്നേ. പക്ഷെ അവർ രാജാവ് തൊട്ട് ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ ബാലന്മാർ തുടങ്ങി പ്രായമുള്ളവർ വരെ, എന്തിന് മുലകുടിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും എല്ലാവരും രട്ടുടുത്ത് വെണ്ണീരിൽ കടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ്, ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അവർക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ശിക്ഷാവിധി. അവർ യോനാപ്രവാചകന്റെ വാക്ക് അപ്രകാരം വിശ്വസിച്ചു. എന്നിട്ട് അവർ അനുദപിക്കുകയാണ്, ദൈവത്തോട് നിലവിളിച്ചു. ഭക്ഷണപാനങ്ങളൊന്നും കഴിക്കാതെ ദൈവത്തോട് ഗീതങ്ങളിലൊക്കെ ഓരോ ആരാധന ഗീതങ്ങളിലൊക്കെ അതിൻ്റെ വർണ്ണനകളൊക്കെ വിവിധങ്ങളായിട്ടുണ്ട്. മൃഗങ്ങൾക്കോ ഒന്നിനും ഇതിലെല്ലാം ഫാസ്റ്റിങ്ങാണ്. അവിടെ പട്ടണം മുഴുവനും നിലവിളിച്ച് അപ്പോൾ ദൈവത്തിൻ്റെ കരുണ അവിടെ വെളിപ്പെടുക. ദൈവം അവരെ നശിപ്പിക്കാതെ അവിടെ രക്ഷിക്കുക. അതിൽ യോനായ്ക്ക് കോപമൊക്കെ വരുന്നുണ്ട്, താൻ പറഞ്ഞത് സംഭവിച്ചില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട്. ദൈവം അത് യോനായുടെ അതിൽ നോക്കുന്നത്. എന്നിട്ട് ദൈവം അതിന് യോനായ്ക്ക് ഒരു ഉപദേശം കൊടുക്കുക. അതൊരു ആവണക്ക് കൊണ്ടു. അപ്പോൾ യോനായ്ക്ക് അത് തണലായി. കാരണം വെയിൽ ഉറച്ചിരിക്കുക. അപ്പോൾ യോന വിചാരിച്ചു തണൽ കിട്ടിയിരിക്കും. ഒരു ആവണക്ക് പെട്ടെന്ന് മുളച്ചു വന്നു. അത് പെട്ടെന്ന് ചൂടുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം നോക്കി വാടിപ്പോയി. ഉടനെ അവൻ അതിനെക്കുറിച്ച് ചെയ്തോളൂ, ഈ ആവണക്ക് നശിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആവണക്ക് നിമിത്തം കോപിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ യോന പറയുക കോപിക്കുന്ന വിഹിതമാണെന്ന് പറഞ്ഞു. ഉടനെ ദൈവം പറയാം, നീ നടുകയോ വളർത്തുകയോ ചെയ്യാത്ത ഈ ആവണക്ക് ഒരു ദിവസം കൊണ്ട് നശിച്ചു പോയപ്പോൾ നിനക്ക് വിചാരമില്ലയോ? എങ്കിൽ ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ഈ ജനത്തെക്കുറിച്ച് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ അത്രയാണ്, ദൈവത്തിൻ്റെ സ്നേഹം അത്രയാണ്. പക്ഷെ ദൈവം പാപിയത്തെ ന്യായം വിധിക്കുന്ന ദൈവമാണ്, പാപികളെ രക്ഷിക്കുക എന്നാണ്. അതുകൊണ്ട് പാപബോധം തന്ന് നമ്മളെ രക്ഷിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നു, അവൻ നമ്മുടെ ന്യായവിധികൾ ഓർത്തുകൊള്ളുകയും അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു, അവൻ്റെ ന്യായവിധികൾ സർവ്വഭൂമിയിലുമുണ്ട്. കണ്ടോ, ഇസ്രായേൽ മാത്രമല്ല സർവ്വഭൂമിയിലുമുണ്ട്. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്നു. നിയമത്തെ എന്നേക്കും ദൈവം നിയമം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിയമം നമ്മൾ കാണുന്നില്ല, അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് 9-ാമത്തെ വാക്യത്തിലാണ്. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമം ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവൻ തന്നെ. അതിനെ അവൻ യാക്കോബിനൊരു ചട്ടമായും ഇസ്രായേലിൻ്റെ ഒരു നിത്യ നിയമമായും നിയമിച്ചു. അബ്രഹാമിനോട് ചെയ്ത നിയമം എന്താ? അബ്രഹാമിനോട് ചെയ്ത നിയമം ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് നമ്മളിവിടെ കാണുന്നത്. അബ്രഹാമിനോട് ചെയ്ത നിയമം എന്താണെന്ന് അവിടെ കാണുകയാണ്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ ദൈവം പ്രത്യക്ഷനായിട്ട് പറയുകയാണ്. അപ്പോൾ ദൈവം 99 വയസ്സ് അബ്രഹാമിന് പ്രത്യക്ഷനാണ്. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു.
ദൈവം എന്നോട് അരുളിച്ചെയ്തെന്നാൽ എനിക്കും നിന്നോടൊരു നിയമമുണ്ട്. നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിന്റെ പേർ അബ്രഹാം. ബഹുജാതികൾക്ക് പിതാവ്, മറ്റത് അബ്രാം എന്നേ ഉള്ളൂ. ഹാമെന്നും കൂടെ ചേർത്തു, അബ്രഹാം എന്നിരിക്കണം. ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയാൻ നിന്റെ സന്തതിക്കുമെത്തി എൻ്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. അത് ദൈവത്തിൻ്റെ പ്രോമിസ്. ഞാനവർക്ക് ദൈവമായിരിക്കും. ദൈവം പിന്നെ അബ്രഹാമിനോട് അരുളിച്ചെയ്തെന്നാൽ നീയും നിന്റെ ശേഷം തലമുറ നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിത്. നിങ്ങളിൽ പുരുഷപ്രചോക്കിയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്ക് മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകും. പരിച്ഛേദന എന്ന നിയമം അത് നിത്യ നിയമമായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കണം. 13ാമത്തെ വാക്യത്തിലേക്ക്. അത് പിന്നെ ആരിലാണത് സ്ഥാപിക്കുന്നത്? അത് ഇസ്ഹാക്കിലാണത് സ്ഥാപിക്കുന്നതായിട്ട് കാണുന്നത്. ഇസ്ഹാക്കിനോടുകൂടി അത് ഉറപ്പിക്കുകയാണ്. 19ാമത്തെ വാക്യത്തിൻ്റെ അവസാനം വരുമ്പോൾ ഞാൻ അവനോടും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോട് എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. അത് പിന്നെ എടുത്ത് പറയുന്നുണ്ട് 21ാമത്തെ വാക്യത്തിൽ, എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറാ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസ്ഹാക്കിനോടാകുന്നു. അബ്രഹാമിനോട് ദൈവം നിയമം ചെയ്തു. പക്ഷേ അബ്രഹാം പരിച്ഛേദനയേറ്റപ്പോൾ ഇഷ്മായേലും കൂടെയുണ്ട്. ഇഷ്മായേലും പരിച്ഛേദനയേറ്റായിരുന്നു. 24ാമത്തെ വാക്യത്തിൽ അബ്രഹാം പരിച്ഛേദനയേറ്റപ്പോൾ 99 വയസ്സായിരുന്നു. അവൻ്റെ മകൻ ഇസ്മായേൽ പരിച്ഛേദനയേറ്റപ്പോൾ അവന് 13 വയസ്സായിരുന്നു. അപ്പോൾ ഇസ്ഹാക്ക് ജനിച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ ഇസ്ഹാക്ക് ജനിച്ചു കഴിഞ്ഞ് ഇസ്ഹാക്കിനോടാണ് ദൈവത്തിൻ്റെ നിയമം നിത്യനിയമമായിട്ട് ദൈവം ഉറപ്പിക്കുന്നത്. ഇസ്മായേലിനോടല്ല, ഇസ്ഹാക്കിനോടാണ് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആ പരിച്ഛേദന നിയമം അത് ഇസ്രായേലിലേക്ക് ഇന്നും അതുണ്ട്. അതൊരു നിത്യനിയമമായിട്ട് അവർ ആചരിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് ഒരു നോക്ക് നമുക്കെങ്ങനെയാണ്? ഹൃദയപരിച്ഛേദനയാണ് പരിച്ഛേദന എന്ന് പറയും. പിന്നെ ഹൃദയം പരിച്ഛേദന ചെയ്യപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നടപ്പും വാക്കുകളും പ്രവൃത്തികളും എല്ലാം ലോകപ്രകാരമായിരിക്കരുത്, ലോകമനുഷ്യരായിരിക്കരുത്, ലൗകികരായ പോലെ ആയിരിക്കരുത് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു വ്യത്യസ്തത വേണം. അവരുടെ സംസാരം പോലെ നമ്മുടെ സംസാരം, അവരുടെ നടപ്പ് പോലെ നമ്മുടെ നടപ്പ് ഇല്ല. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവീൻ. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ നമ്മൾ ഏർപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സെപ്പറേഷൻ മറ്റുള്ളവർ കാണണം. അതൊരു നിയമം. അതാണ് പരിച്ഛേദന എന്ന നിയമം. നമ്മുടെ പുതിയ നിയമത്തിൽ ഹൃദയപരിച്ഛേദന എന്ന് പറയും. അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുന്നതല്ല സർക്കംസിഷൻ എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്കത് നിത്യനിയമമായിട്ട് നമ്മുടെ ഹൃദയം അത്ര പരിശോധന ചെയ്യപ്പെടേണ്ടത്. ഹൃദയം പരിശോധന ഇപ്പോൾ ആൾക്ക് അത് ദൈവം സ്പിരിച്വലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സെപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ തന്നെ തോന്നുന്നു. നമ്മളിങ്ങനെ ജീവിക്കേണ്ടവരല്ല, മറ്റുള്ളവരെ പോലെ ജീവിക്കേണ്ടവരല്ല, മറ്റുള്ളവരെ പോലെ സംസാരിക്കേണ്ടവരല്ല. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വിശുദ്ധിയും വേർപാടും അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനിടയായി. അങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതങ്ങളായി അവിടെയാണ് ദൈവം നമ്മളെ കൂടെ തൻ്റെ നാമഹത്വപ്പെടുന്നത്. മറ്റുള്ളവർക്ക് ദർശിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്, ദൈവത്തിൻ്റെ കൃപ എന്താണ്, എല്ലാം നമ്മളിൽ കൂടെ ദർശിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും വിശുദ്ധീകരണത്തിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കൊണ്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിത ശുദ്ധീകരണത്തിൻ്റെ ആ പ്രക്രിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അവിടുന്ന് ചെയ്യും എന്നുള്ളതിനാൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഞങ്ങൾ നടത്തുമെന്നുള്ളതിനെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഇതുവരെ ഞങ്ങളുടെ ജീവിതം ചെയ്ത എല്ലാ നന്മകൾക്കായി കൃപകൾക്കായി അത്ഭുതങ്ങളെയും ഞങ്ങൾ ഓർത്ത് സ്തുതിക്കുന്നു. ഒന്നും മറന്നു പോകാതെ നിന്നോട് ചേർന്നിരിപ്പാൻ കൃപ തരണമേ. എല്ലാ നന്മ നിറയ്ക്കണം, മഹത്വത്തോടെന്ന് മാത്രം എടുക്കണം. ദുരിശുദ്ധാത്മദൈവത്തിൻ്റെ നാമത്തെ മഹത്വത്തെ അതിന് ആമേൻ. ദൈവം തന്ന സ്നേഹം എൻ ജീവിതമാകെ മാറ്റി. കാൽവരി ക്രൂശിലെ സ്നേഹം, സ്വന്ത പുത്രനെ നൽകിയ സ്നേഹം, ആ സ്നേഹം തന്നൊരു മോചനം, സ്വന്ത ജീവൻ നൽകിയ യേശുവേ. ജീവിപ്പിക്കുന്നതും ജീവനേകുന്നതും സമൃദ്ധമാം ജീവനും നീയല്ലോ. ജീവിപ്പിക്കുന്നതും ജീവനേകുന്നതും സമൃദ്ധമാം ജീവനും നീയല്ലോ.